നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ എന്താടി അവിടെ ഒരു കറുത്ത രൂപം. എവിടെ എന്താ അവിടെ? എവിടെ അവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. അല്ല, ഒന്നുമില്ല. ഞാൻ അവിടെ ഒരു കറുത്ത രൂപത്തെ കണ്ടതാ. നിനക്ക് തോന്നിയതാ? അന്ന് ഇവിടെ കത്തിയുമായി വന്നൊരു കറുത്ത രൂപത്തെ നമ്മൾ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടില്ലേ? ആ കറുത്ത രൂപം തിരിച്ചു വന്നോ? ഒന്ന് പോടിയവര്. ആ കറുത്ത രൂപം വന്നതുപോലെ തന്നെ എനിക്ക് തോന്നുന്നേ. ഞാൻ കണ്ടതാ, ഉറപ്പാ. എന്നാ പിന്നെ ഇവളുടെ സംശയം ഒന്ന് തീർത്തിട്ട് പോ. വാ. ഇതാരാ തറയിലിട്ട് പൊട്ടിച്ച്? അതാ എനിക്കും അറിയേണ്ടത്. ആരാ ഇത് താഴെയിട്ട് ഉടച്ചത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതെന്തിനാ തള്ളിയിട്ട് ഉടച്ചതെന്ന്? അയ്യോ, ഞങ്ങളല്ല മാഡം, ഇത് താനെ വീണ് ഉടഞ്ഞതാ. ഇത് താനെ വീണുടയാൻ ഇതിനകത്ത് അദൃശ്യ ശക്തി വല്ലതുമുണ്ട്? അതോ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണോ ഇത് ചെയ്തത്? അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ തന്നെ ഇത് താഴെയിട്ട് ഉടച്ചത്. മാം, ഇത് ചെയ്തത് ഞങ്ങളല്ല. എങ്ങനെ സംഭവിച്ചെന്ന് മാം ഒന്ന് കണ്ടുപിടിക്കേ. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത്രയും ബാലിശ്യമായ കാര്യം ചെയ്യേണ്ടതൊന്നുമില്ല. മാം, ഞങ്ങളല്ല. ഒന്നും പറയണ്ട. നിങ്ങൾ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, പിന്നെന്തിനാ ഇവിടെ വന്ന് ചുറ്റിത്തിരിയുന്നത്? മാം, അന്ന് എല്ലാവരും കൂടെ ഓടിച്ചുവിട്ട ആ കറുത്ത രൂപം വീണ്ടും ഇവിടേക്ക് വന്നോ എന്നൊരു സംശയം തോന്നിയിട്ട് അതെന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. നിർത്ത്. അതിന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. 3-4 ദിവസം ശല്യമില്ലായിരുന്നു, വീണ്ടും തുടങ്ങിയോ സൂക്കേട്? ഇപ്പൊ ഇത് ചെയ്തതിനുള്ള ഫൈൻ നിങ്ങളിൽ നിന്ന് ഞാൻ ഈടാക്കും. നിങ്ങൾ കോളേജിലേക്ക് പോ. വാടി. ഈ പെണ്ണുമ്പിള്ളക്ക് ഒരു ദിവസം ഒരു പണി കൊടുക്കണം. കാണിച്ചു കൊടുക്കാം.
നിധിയുടെ മുറിയെല്ലാം നല്ല വൃത്തിയായിട്ടാണല്ലോ ഇരിക്കണത്. നല്ല അടുക്കും ചിട്ടയും വൃത്തിയുള്ള കുടുംബത്തിലെ കുട്ടിയാണെന്ന് ഈ മുറി കണ്ടാൽ തന്നെ അറിയാം. ബാക്കി ചിലരുടെ മുറി കയറിയാലേ മൂക്ക് പൊത്തണ്ട വരും. നിധി ഈ പാവ കൊണ്ടുപോയില്ലേ? ഇതെന്താ ഇവിടെ വെച്ചിട്ട് പോയത്? ഇതിവിടെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. മന്ദാകിനി, എന്താ മാഡം? ആ റസിയ ഇങ്ങോട്ട് വന്നിട്ട് റൂമിൽ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയി? റസിയ ബാഗെല്ലാം എടുത്തിട്ട് പോയല്ലോ മാഡം. പോയോ? ഞാൻ ചോദിച്ചപ്പോഴേ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോണെന്നാ പറഞ്ഞത്. മാഡത്തിനോട് പറയാതെ പോയത്? ഇവിടുന്ന് പോയിട്ട് 4-5 ദിവസത്തിന് ശേഷം അവള് തിരിച്ചു വന്നത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഇപ്പൊ വരാന്നും പറഞ്ഞ് റൂമിലേക്ക് പോയതാ. റൂമിൽ ചെന്ന് നോക്കിയപ്പോ അവൾ അവിടെയില്ല. മന്ദാകിനി, അവള് സ്ഥലം വിട്ടതാണോ? മാഡം പറഞ്ഞു കേട്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നണത്. ആ കുട്ടി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ മാഡം. ആ പെണ്ണാള് ശരിയല്ല മാഡം. ആ പെണ്ണ് ഇവിടെ താമസിക്കാൻ വന്നതേ എന്തോ ദുർദ്ദേശായിട്ടാ. ഞാനത് ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവള് തട്ടിപ്പുകാരിയാണെന്നേ എനിക്ക് വൈകിയാ മനസ്സിലായത്. അവളെ പോലീസിൽ പഠിപ്പിക്കണം മാഡം. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടരുത്. അല്ല മാഡം, അവളുടെ ഓഫീസിൽ ചെന്നാ അവളെ പൊക്കാലോ? അവൾ ഇവിടെ തന്ന രേഖകളെല്ലാം വ്യാജമായിരുന്നു. പിന്നെങ്ങനെയാ പോലീസിൽ പരാതിപ്പെടുന്നത്? ഞാൻ പിന്നെ അതിന്റെ പുറകെ നടക്കണം. ഇവറ്റകളൊക്കെ ഇതിനകത്താണല്ലോ വന്ന് ചാടുന്നത്. എന്നാലും ആ റസിയ ആള് കൊള്ളാലോ. അവള് പോകും മുമ്പ് ഇതറിഞ്ഞെങ്കിൽ കൈകാര്യം ചെയ്തു വിടായിരുന്നു. ഊരും പേര് ശരിക്കും അന്വേഷിക്കാതെ ഓരോരുത്തർക്കും റൂം കൊടുത്താലേ ഇങ്ങനെ ഇരിക്കും.